സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കി ജയ്. കല്യാണം പറഞ്ഞാൽ മംഗളം, അതാണ് അർത്ഥം. ആർക്കൊക്കെ മംഗളം വേണം ആഗ്രഹമുണ്ടോ എല്ലാവരും കല്യാണത്തിൽ പങ്കെടുക്കണം. സാധാരണ കല്യാണത്തിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. പറഞ്ഞാൽ പരമാനന്ദമൂർത്തിയായ ഭഗവാന്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നവർക്ക് കൂടുതലാണ് ആനന്ദം, അതി ആനന്ദം. കല്യാണം എന്തിനാ കഴിക്കുന്നു? ഭഗവാൻ. നാം എല്ലാവരും സുഖമായി ഇരിക്കാൻ വേണ്ടി കല്യാണം കഴിക്കുന്നു. പിന്നെ കല്യാണം കഴിച്ചവരോട് ചോദിച്ചാൽ കല്യാണം കഴിക്കാതിരുന്നാൽ സുഖം പറയും. പിന്നെ ഭഗവാൻ നിത്യതൃപ്തനാണ്. ഭഗവാൻ ആത്മാരാമനായ ഭഗവാൻ എന്തുകൊണ്ട് ഭഗവാൻ കല്യാണം കഴിക്കുന്നു? നമുക്ക് വേണ്ടിയാണ്. ഭഗവാന്റെ കല്യാണം നമുക്ക് വേണ്ടി. കാരണം കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അച്ഛൻ തനിച്ചിരിക്കുമ്പോൾ പോയാൽ അച്ഛന്റെ ഇടി കിട്ടും. പരീക്ഷയിൽ മാർക്ക് കമ്മിയായി വാങ്ങിയ ഒരു കുട്ടി അച്ഛൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ മാർക്ക് ഷീറ്റ് കാണിച്ചു കൊടുത്താൽ പിന്നെ അച്ഛൻ നോക്കും, പിന്നെ തള്ളാൻ വേണ്ടി വരും. ബുദ്ധിശാലി കുട്ടി എന്ത് ചെയ്യണം? അച്ഛനമ്മമാർ ഒന്നിച്ചിരിക്കുമ്പോൾ ആ മാർക്ക് ഷീറ്റ് കാണിക്കണം. അപ്പോൾ അച്ഛനക്ക് ദേഷ്യം വരുമ്പോൾ അമ്മ പറയാറുണ്ട്, നിങ്ങൾ ദേഷ്യപ്പെടേണ്ട, ഇന്നലെ ബീരോവിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഞാൻ കണ്ടു, അതേക്കാൾ കൂടുതലാണ് കുട്ടി വാങ്ങിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് അമ്മ നമ്മളെ രക്ഷപ്പെടുത്തും. അതാണ് ഇവിടെ കുട്ടികൾ പറയുന്നത്. ജീവന്മാർ എല്ലാവരും കുട്ടികളാണ്. നാം എല്ലാവരും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ഫലം കിട്ടാൻ വേണ്ടി മുമ്പിൽ നിൽക്കുമ്പോൾ ഭഗവാൻക്ക് ദേഷ്യം ഉണ്ടാവും. കാരണം ഭഗവാന്റെ കണ്ണുകൾ എക്സ്റേ കണ്ണുകളാണ്. ഓരോരാളെ നോക്കുമ്പോൾ എന്തൊക്കെ പാപം ചെയ്തു വന്നിരിക്കുന്നു. വായ തുറന്നാൽ നുണ മാത്രമേ പറയുന്ന ആളുകൾ. ഇങ്ങനെ ഓരോരോ പാപങ്ങൾ ചെയ്ത ആളുകൾ മുമ്പിൽ വരുമ്പോൾ ഭഗവാൻക്ക് ദേഷ്യം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഭഗവാന്റെ കണ്ണുകൾ കൂടുതൽ ചെവന്ന് വരും. ആ ഭഗവാന്റെ കണ്ണുകൾ തിരുപ്പതി ക്ഷേത്രത്തിൽ പോയാൽ വലിയ നാമം ഇട്ട് പകുതി കണ്ണ് മറച്ചിരിക്കും. കാരണം ഭക്തന്മാരുടെ അപരാധം കൂടുതൽ കാണേണ്ട, പകുതി കണ്ടാൽ മതി. അതിനുവേണ്ടി പകുതി കണ്ണ് മറച്ചിരിട്ടിരിക്കണം. പിന്നിൽ ഭഗവാൻക്ക് ദേഷ്യം വന്നാൽ ശ്രീനിവാസനായ ഭഗവാൻ അവിടെ ഹൃദയത്തിൽ തന്നെ അമ്മ ഉണ്ട്. പ്രത്യേക ഒരു മഹാലക്ഷ്മി ഒരു ക്ഷേത്രം അവിടെ ഇല്ലേ തിരുപ്പതിയിൽ. ഭഗവാന്റെ മാറിടത്ത് തന്നെ ലക്ഷ്മി ദേവി അവിടെ ഉണ്ട്. അപ്പൊ മഹാലക്ഷ്മിയുടെ ഒരു സ്ത്രീ പാർശ്വം അടുത്ത് അമ്മ പറയും, കുട്ടികളെ ദേഷ്യപ്പെടേണ്ട, കുട്ടികളോട് ആദ്യം കരുണ കാണിക്കും. കാരണം ഒരു നല്ല ചിട്ടയോട് ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ വരാറില്ല. എല്ലാവരും ഹാഫ് ട്രൗസറൊക്കെ അണിഞ്ഞാണ് വരുന്നത്. എന്തായാലും കുഴപ്പമില്ല, അനുഗ്രഹിച്ചോളൂ. ഇങ്ങനെ നമുക്ക് വേണ്ടി അമ്മ ശിപാർശ ചെയ്യുന്നു. അത് തന്നെ തമിഴ്നാട്ടിൽ ശിപാർശ പറയാറുണ്ട്. ശിപാർശിന്റെ അർത്ഥം എന്താ? സ്ത്രീ പാർശ്വം, സ്ത്രീ പാർശ്വം. അതിനെ ശിപാർശിന് തമിഴ്നാട്ടിൽ പറയാറുണ്ട്. ഇവിടെ ശുപാർശ എന്തോ പറയും, അറിഞ്ഞുകൂടാ. അതാണ് അടുത്ത് ഇരുന്ന് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കല്യാണത്തിന്റെ താത്പര്യം. പിന്നെ നമ്മുടെ ഹിന്ദു രാജ്യത്തിൽ കല്യാണം കഴിക്കാത്തവർ രാജാവായി ഇരിക്കാൻ പാടില്ല. അതാണ് ധർമ്മശാസ്ത്രം. ഇപ്പൊ ഭഗവാൻ രാജാവായി ആവണമെങ്കിൽ കല്യാണം കഴിക്കണം. എന്തിനാ കല്യാണം കഴിക്കുന്നവർ രാജാവായി പറയാൻ കാരണം, കല്യാണം കഴിക്കാത്തവർക്ക് ക്ഷമ ഉണ്ടാവാറില്ല. കല്യാണം കഴിക്കാത്ത ആളുകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലത്തിൽ ക്ഷമ സ്വയം വന്നോളും. അപ്പൊ അതിനുവേണ്ടിയാണ് കല്യാണം കഴിക്കാത്ത രാമൻ, പരശുരാമൻ ഇങ്ങനെ കോടാലി പിടിച്ച് നിൽക്കുന്നു. കല്യാണം കഴിച്ച ശ്രീരാമൻ വളരെ ശാന്തനായിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ആ കല്യാണം കഴിച്ച് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വിവാഹം കഴിക്കുന്നു. ഈ വിവാഹം 2 വിധത്തിലാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ പരീക്ഷത്തിന്റെ ചോദ്യം സമയമില്ലാതെ കൊണ്ട് നമുക്ക് കഥ ചുരുക്കി പറയാം. വിഷയങ്ങൾ ഒന്ന് കൂടുതൽ പറഞ്ഞ് നമുക്ക് കൊണ്ടുപോവാം. ഭഗവന്നെ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസഃ യഥാമാഗതശാൽവാദീൻ ജിത്വാ കന്യാം ഉപാകരത് ബ്രഹ്മന് കൃഷ്ണകഥാ പുണ്യാഃ മാധ്നീഹി ലോകമലാപഹാഃ
കോണു തൃപ്യേത ശൃണ്വാണഃ ശ്രുതജ്ഞോ നിത്യനൂതനാഃ. പരീക്ഷത്തിന്റെ ഒരു ആഗ്രഹം ഭഗവാൻ രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് എങ്ങനെ കൊണ്ടുപോയി അത് കേൾക്കാനാണ് കൂടുതൽ താത്പര്യം. ശിവനുക്ക് പറയാൻ താത്പര്യം ഗാന്ധർവ വിധിയാണ്. ഭഗവാന്റെ രുക്മിണിയുടെ ആ ശരണാഗതി പത്രം അത് പറയാൻ താത്പര്യം സുഖാചാര്യനക്ക്. പരീക്ഷിച്ച് ചോദിക്കുന്നത് എങ്ങനെ യുദ്ധം ചെയ്ത് കൊണ്ടുപോയി. ഇപ്പൊ രാക്ഷസ വിധാനം, ഗാന്ധർവ വിധാനം, ഇങ്ങനെ 2 തരത്തിൽ വിവാഹം. രാക്ഷസ വിധാനം പറഞ്ഞാൽ യുദ്ധത്തിൽ കുട്ടിയെ ജയിച്ച് കൊണ്ടുപോകണം, അത് തന്നെ രാക്ഷസ വിധാനം. ഗാന്ധർവ വിധാനം പറയുന്നത് ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്നതോളം പരസ്പരം പ്രേമിച്ച് കല്യാണം ചെയ്യുന്നതാണ് ഗാന്ധർവ വിവാഹം. ഇത് രണ്ടും ചേർത്താണ് ഇവിടെ വർണ്ണിക്കുന്നു. പിന്നെ സുഖന്റെ പ്രത്യേക രീതി ഈ രുക്മിണി കല്യാണം പറയുന്നതിനേക്കാൾ രുക്മിണി ശരണാഗതി, അതാണ് ഇതിന്റെ താത്പര്യം. രുക്മിണി തത്വം ആദ്യം പറഞ്ഞോളാം. രുക്മിണി പറഞ്ഞാൽ ജീവനാണ്. ഓരോ ജീവന്മാർക്കും 5 സഹോദരന്മാർ. ഈ 5 സഹോദരന്മാരാണ് ഭഗവാന്റെ അടുത്ത് വിടാതെ തടഞ്ഞു നിൽക്കുന്നു. സഹോദരന്മാരാണ് ആരാണ്? ഈ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് ഇതൊക്കെ പുറത്ത് വലിച്ചു കൊണ്ടുപോകണം. ഭാഗവതം കേൾക്കണം ആഗ്രഹിക്കുമ്പോൾ തന്നെ കണ്ണ് പറയുന്നു സീരിയലിന്റെ സമയമായി പോയിക്കോളൂ പറയുന്നു. ഇങ്ങനെ കണ്ണ്, കാത്, ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങൾ പിടിച്ചു കൊണ്ടുപോകണം. പിന്നെ കർമ്മേന്ദ്രിയം 5 ഉണ്ടല്ലോ, 10 ഇന്ദ്രിയം. അത് രുക്മരഥൻ, രുക്മബാഹു ഇവരുടെ ഭാര്യമാർ, ഏടത്തിയമ്മമാർ, അവർ 5 പേർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 10 ഇന്ദ്രിയങ്ങൾ. ഈ 10 ഇന്ദ്രിയങ്ങളാണ് ജീവനെ തടസ്സം ചെയ്യുന്നു ഭഗവാന്റെ അടുത്ത് പോവാതെ. അപ്പോൾ ജീവൻ എന്ത് ചെയ്യണം? രുക്മിണി ദേവിയെ പോലെ ആവണം. രുക്മിണി ദേവി നേരിട്ട് ഭഗവാനെ വിളിച്ചിട്ടില്ലേ, ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ കത്ത് കൊടുത്തയച്ചു. അതേപോലെ ബ്രാഹ്മണന്റെ കയ്യിൽ കത്ത് കൊടുത്തു പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഗുരു രൂപേന, ഒരു ഗുരുനാഥൻ മൂലം ഭഗവാനെ ശരണാഗതി ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ആ ഗുരുനാഥന്റെ ഒപ്പം വന്ന് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും. അതന്നെ രുക്മിണി കല്യാണത്തിന്റെ തത്വം. ശരണാഗതി പറഞ്ഞാൽ അതിൽ 6 വേണം. ആണുകൂല്യസ്യ സങ്കൽപഃ പ്രാതികൂല്യസ്യ വർജനം രക്ഷിഷ്യതീതി വിശ്വാസഃ ഗോപ്തൃത്വവരണം തഥാ ആത്മനിക്ഷേപ കാർപ്പണ്യേ ഷഡ്വിധാ ശരണാഗതി. ആണുകൂല്യസ്യ സങ്കൽപഃ, അനുകൂലമായ സങ്കല്പം. ശരിക്കും ഉദാഹരണം പറഞ്ഞാൽ സത് സ്ത്രീയ സത്പതിം യഥാ, ഭഗവാൻ തന്നെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നു. ഒരു പതിവ്രതയായ സ്ത്രീ തന്റെ ഭർത്താവുക്ക് എന്ത് ഇഷ്ടമോ അത് തന്നെ ചെയ്യാറുള്ളൂ. ആണുകൂല്യസ്യ സങ്കല്പഃ, ഭഗവാനുക്ക് ഭർത്താവിനെ എന്ത് ഇഷ്ടമോ അതൊക്കെ തയ്യാർ ചെയ്ത് കൊടുക്കും. പിന്നെ ഭർത്താവിനെ എന്ത് ഇഷ്ടമില്ലയോ അത് നിർത്തും. പ്രാതികൂല്യസ്യ വർജനം. ഈ സ്ത്രീക്ക് നല്ല ആണിയനൊക്കെ കഴിക്കാൻ താല്പര്യമുണ്ട്, ഭർത്താവിനെ ഇഷ്ടമില്ല പറഞ്ഞാൽ എനിക്ക് വേണ്ട, എനിക്ക് ഇപ്പോഴുള്ള കുട്ടികളൊക്കെ നിനക്ക് പ്രത്യേക സാമ്പാർ, എനിക്ക് പ്രത്യേക സാമ്പാർ, അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇല്ലാതെ ഭർത്താവിന് എന്ത് ഇഷ്ടമോ അത് തന്നെ ഞാൻ കഴിക്കുള്ളൂ. പ്രാതികൂല്യസ്യ വർജനം. അതേപോലെ രക്ഷിഷ്യതീതി വിശ്വാസഃ, ഭർത്താവ് രക്ഷിക്കും, ആ വിശ്വാസത്തോടാണ് കുട്ടികളെല്ലാവരും വരുന്നത്, പെൺകുട്ടികൾ. അതേപോലെ ഭഗവാന്റെ അടുത്ത് വിശ്വാസത്തോട് വരണം. രക്ഷിഷ്യതീതി വിശ്വാസഃ ഗോപ്തൃത്വവരണം തഥാ, രക്ഷിക്കാൻ കഴിവുള്ളവരെ ആശ്രയിക്കണം. ഈ തക്ഷകൻ ഇന്ദ്രനെ ആശ്രയിച്ചതുപോലെ ആവരുത്. തക്ഷകൻ ഇന്ദ്രനോട് ശരണാഗതി പ്രാപിച്ചു, എന്നെ രക്ഷിക്കണേന്ന്. അപ്പോൾ യാഗം ചെയ്യുന്ന സമയത്തിൽ ജനമേജയൻ ചോദിച്ചു, എന്റെ അച്ഛനെ കടിച്ച ആ തക്ഷകൻ വന്നോ? തക്ഷകൻ ഈ അഗ്നികുണ്ഡത്തിൽ വീണില്ലേ സർപ്പയാഗത്തിൽ, ബാക്കി പാമ്പുകളൊക്കെ വരുന്നുണ്ട്, ആദ്യം തക്ഷകനെ വീഴ്ത്തിക്കോളൂ. തക്ഷകൻ എവിടെ നോക്കുമ്പോൾ ഇന്ദ്രന് അഭയം കൊടുത്തിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻ ഒരു ചീത്ത ആൾക്ക് അഭയം തരുന്ന ആള് ചീത്ത ആള് തന്നെ. ആ ഇന്ദ്രനെയും ചേർത്ത് അഗ്നിയിൽ വീഴ്ത്തിക്കോളൂ പറഞ്ഞപ്പോൾ സേന്ദ്രായ തക്ഷകായ സ്വ ഇങ്ങനെ പറഞ്ഞു. സഹേന്ദ്രം തക്ഷകം മഹേ തക്ഷകാസുപതസ്വേഗ സഹേന്ദ്രേണ മരുത്പത, ഇങ്ങനെ മന്ത്രം പറയാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രനും ചേർന്ന് വീണു ആ യാഗകുണ്ഡത്തിൽ. അപ്പോൾ രക്ഷിക്കാൻ കഴിവുള്ളവരെ ആശ്രയിക്കണം. രക്ഷിക്കാൻ കഴിവുള്ളത് ഒരേ ഒരാൾ ഗുരുവായൂരപ്പൻ മാത്രമേ. ഗോപ്തൃത്വ വരണം തഥാ ആത്മനിക്ഷേപം, മുഴുവനും ഭഗവാനക്ക് സറണ്ടറാവണം. കാർപ്പണ്യം, പിന്നെ ഭഗവാനെ എപ്പോഴും ഭഗവാന്റെ കാരുണ്യം ഓർത്തിരിക്കണം. ഇതാണ് 6 ശരണാഗതി ലക്ഷണം. ഈ 6 ലക്ഷണവും ഈ 6 ശ്ലോകങ്ങളിൽ, രുക്മിണി പറയുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. കഥയിൽ നമുക്ക് കടക്കാം.